ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കണ്ടില്ലേ, നല്ല മഴ ഉണ്ട് കേട്ടോ പുറത്ത്. അപ്പോൾ നമ്മൾ മൂന്നാർ പോയതിൻ്റെ പിറ്റേ ദിവസം രാവിലെ എണീച്ച് ലഡു തിന്നാണ്. രാവിലെ തന്നെ മധുരം അങ്ങനെ തിന്നാൻ പാടില്ല കേട്ടോ. ശരിക്കും മധുരം പെട്ടെന്ന് അടിച്ച് കയറും. നമ്മളൊന്നും കഴിക്കാണ്ട് വെള്ളം കുടിച്ച് വേറെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ അടുക്കളയിലേക്ക് ജനലടക്കാൻ പോയതാണ്. കാരണം മഴ പെയ്തിട്ട് അകത്തേക്ക് വെള്ളം കയറണം. അടുക്കാൻ പോയപ്പോൾ ഇതിരുന്ന് കാണണം. അപ്പോൾ പെട്ടെന്നൊരു കൊതി. അപ്പോൾ ഞാൻ രാവിലെ ഇവനെ നീച്ച് തല ഒരു വന്നിപ്പുണ്ടായി, ഉറക്കം നല്ലോണം ഉണ്ടായി. ഇവനെ നീച്ചാൽ പിന്നെ നമുക്ക് വേറെ വഴിയില്ലല്ലോ. അപ്പോൾ പിന്നെ അവനെ ഉറക്കാൻ നോക്കിയിട്ടാണ് ഉറങ്ങാനുള്ള അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാറ്റ് വന്നിട്ട് വാതിൽ അടഞ്ഞിട്ട് അവൻ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടിയ പോലെ നോക്കണം. എന്നിട്ട് പിന്നെയും അടഞ്ഞു. അപ്പോൾ ഞാൻ ചിരിച്ചപ്പോൾ ചിരിച്ച്. അപ്പോൾ പെട്ടെന്ന് ആ ഉച്ചയിട്ടിട്ട് അവൻ ഞെട്ടി. അപ്പോൾ ഞാൻ അടക്കാൻ പോയതാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ച കാര്യം, ഗസയിലുള്ള പിള്ളേരുടെ കാര്യം ഞാൻ ആലോചിച്ചത്. അവിടെ ആ ഒച്ചപ്പാടിലൊക്കെ കുഞ്ഞു മക്കൾ എത്രത്തോളം അവർക്ക് പേടിയും വിഷമമൊക്കെ അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും. അവൻ ആ വാതിലടഞ്ഞിട്ട് അവൻ്റെ ഒരു പെട്ടെന്നൊരു പേടിച്ചിട്ടൊരു നോട്ടമുണ്ടായി. അപ്പോൾ എൻ്റെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന് ആ പിള്ളേരുടെ മുഖമൊന്നും വല്ലാത്തൊരു അവസ്ഥ തന്നെ. എല്ലാം ശരിയാവട്ടെ, നമുക്ക് വേറെ വഴിയില്ല ഒന്നിനും. എല്ലാവർക്കും പ്രാർത്ഥിക്കാനല്ലാണ്ട് വേറെ വഴിയില്ല. പിള്ളേരുടെ മുഖം എനിക്കെന്തോ പെട്ടെന്ന് നല്ല ഓർമ്മ. അങ്ങനെ അപ്പോൾ ഇന്നലെ മൂന്നാർ ട്രിപ്പിൻ്റെ വ്ളോഗൊക്കെ നിങ്ങൾ കണ്ടില്ലേ, അടിപൊളിയായിരുന്നു. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാണ്ട് പോയ, വെളുപ്പിന് പോകാൻ പ്ലാൻ ചെയ്ത് വെളുപ്പിന് പോകാൻ പറ്റിയില്ല. മേനു എന്നെ വിളിച്ച് 4 സംതിങ് ആയപ്പോൾ ഞാൻ പറഞ്ഞു ഉറങ്ങണമെന്ന് പറഞ്ഞു. അപ്പം തന്നെ മേനു ഒറ്റ കിടപ്പങ്ങടെ ഉറങ്ങി. പടക്കമെന്ന് പറഞ്ഞൊരു ഉറക്കങ്ങടെ ഉറങ്ങി. പിന്നെ ഞാനൊരു 8:15 ഞാൻ എണീച്ചിട്ട് വിളിച്ച് മേനു നമുക്ക് പോയാലോ, ഇപ്പം നമുക്ക് പോയൊരു 10 മണിയൊക്കെ ആകുമ്പോഴേക്ക് എത്താം, വേറെ വൈബൊക്കെ നല്ല തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞു. മേനു പറഞ്ഞു 9 മണിക്കുള്ളിൽ വേഗം റെഡി ആയിക്കോ, അല്ലെങ്കിൽ എൻ്റെ മൂഡ് പോകുന്നു. ചടപടെ ഞാൻ റെഡിയായി. ഇവൻ്റെ ഓൾറെഡി ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവന് വേണ്ട സാധനങ്ങൾ. പിന്നെ നമ്മൾ 1 ഡേ ട്രിപ്പ് ആയതുകൊണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും വേണ്ടായിരുന്നു. പിന്നെ നമുക്ക് റിസോർട്ട് അവിടെ കിട്ടിയായിരുന്നു, പക്ഷേ നമുക്കിപ്പോൾ അതിനുള്ളൊരു സമയമില്ല. നമുക്കിപ്പോൾ 1 ഡേ കുറേ ആയി പുറത്ത് പോകാത്തൊക്കെ. അപ്പോൾ ഒരു 1 ഡേ ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്തത്. ഇനിയിപ്പോൾ വേറൊരു ദിവസം എന്തായാലും 2-3 ദിവസത്തേക്കായിട്ട് കൈ വായിലിട്ട് ചുമക്കൽ തന്നെ പണി. ഇനിയപ്പോൾ റിസോർട്ടൊക്കെ ആയിട്ട് വേറൊരു ദിവസം പോകണം എന്തായാലും. അപ്പം ഇന്നലെ പോയത് ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായി നിങ്ങൾക്ക് മൂന്നാർ സ്പോട്ട്. ഞാൻ മൂന്നാർ കുറേ വട്ടമൊക്കെ പോയ ഒരാളാണ്. അപ്പോൾ എല്ലാ സ്പോട്ടും ഞാൻ കവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് അറിയാത്ത സ്പോട്ട് എന്ന് പറഞ്ഞെങ്കിൽ ഉള്ളിലേക്കൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവനെ കൊണ്ട് അങ്ങനെ നടക്കാനൊന്നും കഴിയില്ല, കാടൊക്കെ അല്ലേ, വല്ല പാമ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കില്ല. അപ്പം അല്ലാത്തൊരു സ്പോട്ടാണ് ഉദ്ദേശിച്ചത്. പിന്നെ കുറേ പേര് ഗാർഡൻ എന്നൊക്കെ പറഞ്ഞതൊക്കെ ഞാൻ ട്രിപ്പ് പോയപ്പോൾ പോയ സ്ഥലങ്ങളാണ്. ഇതൊക്കെ ഞാൻ പോയതാണ്. എന്നാലും പിന്നെ എന്തെങ്കിലും ആർക്കെങ്കിലും അറിയുന്ന സ്ഥലം ഉണ്ടോ എന്ന് വെച്ചിട്ട് ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ കുറേ പേര് റിപ്ലൈ തന്നിട്ട് താങ്ക് യു. അപ്പോൾ നമ്മൾ പോയത് അവിടെ ഒരു സിപ്പ് ലൈനിൽ, ഹൈ റേഞ്ച് സിപ്പ് ലൈൻ. ഞാൻ അതിൻ്റെ സ്പോട്ട് കറക്റ്റൊക്കെ ഞാൻ മൂന്നാർ ട്രിപ്പിൽ ഇട്ടിട്ടുണ്ട്. അവിടെ ഓണറായിട്ട് സംസാരിക്കുന്നതല്ല, ജസ്റ്റ് കണ്ടോക്കാം. അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ. നമ്മൾ പ്ലാൻ ചെയ്യാണ്ട് പെട്ടെന്നുണ്ടായൊരു സാധനം. മീൻസ് നമ്മൾ രാവിലെ പോകണമെന്ന് വിചാരിച്ച് എങ്ങോട്ട് പോകണമെന്നൊന്നുമില്ല, ജസ്റ്റ് മൂന്നാർ പോകണമെന്ന്. അതിന് ശേഷം നമ്മൾ പോകണ്ടെന്ന് തീരുമാനിച്ചിട്ട് പെട്ടെന്ന് പോയതും ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാത്ത സ്ഥലങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്തതും അഡ്വെഞ്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തതൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ആഴം ഭയങ്കര പേടിയാണ്. നിങ്ങൾ വീഡിയോസിൽ അവിടെ ഞാൻ ആ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി എൻ്റെ പേടി കണ്ടറിയും. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്. ഞാൻ ഇങ്ങനെ കിടന്ന് തെറിച്ചടക്കുന്നല്ലാണ്ട് അങ്ങനത്തെ റൈഡ്സൊക്കെ ഇഷ്ടമാണ്. ഇപ്പം എത്ര റൈഡാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഇപ്പം കറക്കി മറിക്കണം റൈഡൊന്നും എനിക്ക് വിഷയമില്ല. പക്ഷേ ഇതുപോലെ ആഴം കൊക്ക, ഇപ്പം ഞാൻ ഈ ഫ്ലാറ്റിന് മേളിൽ കയറി താഴത്തേക്ക് നോക്കിയാൽ നിങ്ങൾ വീഡിയോസ് ആണവർക്ക് അറിയാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ല പേടിയാണ്, എനിക്ക് എന്തോ ടെൻഷനാണ് ഭയങ്കര. അപ്പോൾ സിപ്പ് ലൈനിൽ കയറാൻ നേരത്ത് ഞാൻ ആ കൊച്ചിനെ എടുത്തുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ നീങ്ങി നിന്നിട്ടില്ല. എനിക്ക് ഭയങ്കര പേടി, എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഞാനപ്പോൾ സിപ്പ് ലൈനിൽ കയറാൻ വന്നപ്പോൾ അവിടെ അവരെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ അറ്റത്തേക്ക് പോകരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ സിപ്പ് ലൈനിൽ കയറി ഫസ്റ്റ് നമ്മൾ തിരിഞ്ഞെത്തിയിട്ട് ബാക്ക് സൈഡാണ് നമ്മളെ കാണിക്കാൻ പറ്റില്ല. നമുക്ക് താഴേക്ക് നോക്കണം, ഇങ്ങനെ നോക്കണം. ബാക്ക് സൈഡിലായിരുന്നു. അത് നല്ല അടിപൊളിയായിരുന്നു. ഒരു പേടി മാറി കിട്ടി പെട്ടെന്ന് ബാക്ക് സൈഡിൽ നിന്ന്. പിന്നെ രണ്ടാമത് ആക്കിയപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ കൂടെ ഇട്ട്
പിന്നെ നമുക്ക് വെയിറ്റ് കുറവായതുകൊണ്ട് പിന്നെ അവർക്ക് രണ്ടാളെ ഉന്തിനാൻ കുറച്ച് പടാം. ഒരാളാണെങ്കിൽ സ്പീഡിലെത്തും. ഞങ്ങൾ ആയതുകൊണ്ട് അവിടെ എത്തി ലാസ്റ്റിൻ്റെ അവിടെ കുറച്ചെത്തിയപ്പോൾ ഒന്ന് സ്റ്റക്കായി. അപ്പോൾ ഒരു പുള്ളി വന്നിട്ട് നമ്മൾ കയറിൽ വലിച്ചോണ്ട് അടിപൊളിയായിരുന്നു. അതിൻ്റെ അടിയിൽ കൂടെ പുഴയൊക്കെ ഒഴുകണുണ്ടായി. കൊള്ളായിരുന്നു. ഓക്കെ, ഇതൊക്കെയാണ് വിശേഷം. ഇന്നിപ്പോൾ എന്താ വിശേഷങ്ങളെന്ന് അറിയില്ല, നോക്കാം. അപ്പോൾ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട് രാവിലെ കഴിക്കാൻ. കുറച്ച് ഉറങ്ങണേ. പരിപ്പ് റോസ്റ്റൊക്കെ ചെയ്തിട്ട് കറിയൊന്നുമില്ല, ഇങ്ങനെ തന്നെ തിന്നാം, വെറുതെ തിന്നാന്നുള്ളൂ. പിന്നെ ഉറങ്ങണേ. മഴ എപ്പോഴും കുറഞ്ഞിട്ടില്ല. ഞാനപ്പോൾ വേഗം അടിച്ചു വാരി. പിന്നെ എനിക്ക് തുമ്മലുണ്ട്, അലർജി ഉണ്ട് തുമ്മലിൻ്റെ. അപ്പോൾ ഞാൻ ഇങ്ങനെ മൂക്കൊക്കെ ഇങ്ങനെ തിരുമ്മിയ തുമ്മൽ വരും, കുറേ നേരം ഉണ്ടാവും തുമ്മൽ. അപ്പോൾ സൗണ്ട് എടുത്ത് തുമ്മാനും പറ്റൂല, കുഞ്ഞുറങ്ങണോണ്ട്. ഇന്നലെ രാത്രിയാണ് ഞാനിവന് ഫീഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തുമ്മൽ തോന്നും. എൻ്റെ മൂക്ക് ടൈറ്റാക്കി പിടിച്ച് തുമ്മാണ്ടിരിക്കാൻ. ഇവനാണെങ്കിൽ ഉറങ്ങി പോകാറുണ്ട്. ഞാനപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ ഗായ്സ്. അപ്പോൾ മേനതാ ഫുഡ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളിത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഞാൻ ചെറിയൊരു പ്രാങ്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ തലയിലുള്ളതാണിത്. അപ്പോൾ ആ പ്രാങ്ക് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. നമ്മുടെ മേന ചാനലിൽ കയറി നോക്കുക. ഓക്കെ, അത് എന്താണ് അതിൻ്റെ എക്സ്പ്രഷൻ ഒക്കെ. ആരവിടെ? ഇന്നലെ ക്യാമറ ഉണ്ടോ നിനക്കൊരു പുച്ഛം. അപ്പോൾ ഗൈസ്, മേനോന് ചായ റസ്ക് കുടിക്കാനൊരു മോഹം. അപ്പോൾ നമ്മുടെ താഴെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, എപ്പോഴും ഞാൻ തന്നെ പോയി വാങ്ങിക്കാറും. ഇടയ്ക്ക് മേന് വാങ്ങിക്കും. അപ്പോൾ കുടിക്കാൻ മോഹമായി. അപ്പോൾ ഞാൻ പാല് വാങ്ങിച്ചിട്ടുണ്ട്, പാല് റസ്കും. എല്ലാവരും ഹായ് പറ. ഹലോ. ഇന്നലെ മൂന്നാർ പോയതിനുള്ള തണുപ്പ് ഇവിടെ ഇപ്പോൾ മഴ പെയ്തിട്ട് ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു. അപ്പം ഞാൻ പോയിട്ട് വാങ്ങിച്ചിട്ടെ. ഞാൻ ഇന്നലെ നല്ല ക്വാളിറ്റി, പക്ഷെ എന്റെ അളിയന്റെ കയ്യിൽ എനിക്കൊന്ന് തന്ന അളിയൻ, പക്ഷെ അതിന് തീരെ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാനത് കൊടുത്ത്. നമുക്ക് കുറച്ച് ക്വാളിറ്റി ഉള്ള കിട്ടിയെങ്കിൽ വലിയ ഉപകാരം. നമുക്ക് ക്യാമറ ക്വാളിറ്റി ആവും. അതല്ല ഇടാല, അതിനിപ്പോ എന്താ. പക്ഷെ എനിക്ക് ഫോണില്ല പോയി വീഡിയോ എടുക്കാൻ. അത് തന്നെ എനിക്കിപ്പം മറ്റേ ഞാൻ ആലോചിക്കണ ഇപ്പൊ നിന്റെ മാത്രം എടുത്താൽ മതി. എനിക്ക് കൊറേ പരസ്യം വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ റിജക്ട് ചെയ്ത് വെക്കണം. ഇപ്പൊ കൊറേ പരസ്യം വരുന്നുണ്ട്. മനസ്സിലായിട്ടാ? എന്റെ ഓള് വലിയ ടീമാ. മനസ്സിലായിട്ടാ? നീ എന്താ ഉദ്ദേശിക്കണ എനിക്ക് മനസ്സിലാവുന്നില്ല. എടീ, നമുക്കൊരു ക്യാമറ വാങ്ങിച്ചല്ലോ. പറയ്, ഇപ്പളാ തരൂ. പറ, ക്യാമറ വാങ്ങിച്ചല്ലോ. എന്തായിരിക്കും നിന്നോട് ചോദിച്ചാലുള്ള റിപ്ലൈ? അറിയാൻ പറ്റിയത് ആരാന്ന് പറഞ്ഞത്? ഓള് ചിരിക്കുന്ന ചിരിച്ച് മണ്ണുന്നുണ്ട്. ആരാ വിളിക്കണേന്ന് എനിക്കറിയില്ല. ഫഹദ്, നമ്മളെ കിഡ്സ്. ഓ, ടോയ് ടോയ് ടോയ്. മനസ്സിലായി. കത്തി കത്തി. നിന്നെ ടോയ് എന്നാ പറയല്. എനിക്ക് തന്നു മുട്ടത്തലയും പാവാച്ചി.
ഓർമ്മയുണ്ട് മറന്നല്ല. ഇല്ലപ്പാ. കുഞ്ഞാവക്ക് 1 വയസ്സാവുമ്പോ നിങ്ങളുടെ ഒരു കാറന്നേ. വിളിക്കലാ വരലല്ലേ? വരലല്ലേ? എന്ത് അങ്ങനൊന്നും ചോദിക്കൂല. സ്വഭാവം നമുക്കില്ല. അങ്ങനൊന്നും ചോദിക്കൂല. ഓള് കഴിയട്ടെ. അങ്ങനെ അങ്ങനെ പേഴ്സണലി ആയിട്ട് ഇവിടെ വീട്ടിൽ പണിക്ക് ആളാവശ്യമുണ്ടെന്നല്ല മറ്റു കുറെ പേഴ്സണലായിട്ടോ. പക്ഷെ അവർക്ക് ചില ആൾക്കാർക്ക് പിന്നെ സാലറി ഭയങ്കര കുറവും റൂമും ഇല്ല ഫുഡും ഇല്ല. ഹായ് ഗൈസ്, അപ്പോ രാത്രി നമ്മള് ഫുഡ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ആരത്? ഞാനപ്പോ വർക്കിന് പോകാൻ നിൽക്കാണ്. അപ്പോ വേഗം തിന്നാൻ ചോറ് വാരി കൊടുക്കുന്നു. 3 എക്സ്പീരിയൻസ് ആണ് വേനു. ഇതെന്റെ 3 എക്സ്പീരിയൻസ് വ്ലോഗാണ്. നേരത്തെ ഇതിന്റെ പേര് മറ്റു പേര് 3 എക്സ്പീരിയൻസ് അറിയും. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അടിപൊളിയായിട്ടുള്ളൊരു നമ്മളത്രയും 3 വീഡിയോ വ്ലോഗ് കാണാണ്ട് പോകരുത്. കാരണം നമ്മൾ വെറുതെ 3 പ്ലാൻ ചെയ്തെങ്കിൽ ഇത്രയും അടിപൊളിയാവൂല എന്നാണ് എന്റെ നിഗമനം. ഞാൻ ഒരിക്കലും ഒന്നും പ്ലാൻ ചെയ്ത് ലക്ഷ്യമിട്ട് പോയില്ല. ഒരു സ്ഥലം മനസ്സിൽ ഉറപ്പിക്കും. പോകുന്ന വഴിക്കുന്നെങ്കിലും അൺഎക്സ്പെക്റ്റഡ് നടന്നും കഴിയും. വെളുപ്പിന് പോണെന്നൊക്കെ വിചാരിച്ചു, അത് നടന്നില്ല. ഒരു 9 മണി 10 മണി കൈമറിഞ്ഞു എഞ്ചിടി പോന്നെ. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ നടന്നു. പക്ഷെ അടിപൊളിയായിട്ടുള്ള സ്പോട്ടൊക്കെ നമ്മൾ പോയി. നിനക്ക് എന്ത് കഥ പറയാനുള്ളത്? ഞാന്ന് അപ്പോൾ ഇവിടെ നല്ല തണുപ്പുണ്ട്. മൂന്നാർ അത്ര തണുപ്പില്ല, ആ ഒരു വ്യത്യാസമുണ്ട്. നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇവനിവിടെ ഹാല് എല്ലാമാണ്. അപ്പോൾ ഓക്കെ, നമ്മുടെ മൂന്നാർ വ്ലോഗ് എന്തായാലും കാണാം. അടിപൊളിയാണ്. നമ്മൾ എക്സ്പ്ലോർ ചെയ്തൊക്കെ ഉണ്ട്. ഉപ്പ് വരാണ് പോയി. അപ്പോൾ ഓക്കെ, ബൈ.